കർത്താവിൽ അനുഗ്രഹീതരെ, നാം ഒരു സമ്മേളനത്തിലോ ഒരു സ്ഥലത്തോ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഒരാളെ അവതരിപ്പിക്കുമ്പോൾ സാധാരണ നിലയിൽ ആ ആളിൻ്റെ പേര് ആദ്യം പറയും. അതിനുശേഷം അദ്ദേഹം വഹിക്കുന്ന സ്ഥാനങ്ങളോ വിശേഷണങ്ങളോ പറയുകയാണ് ചെയ്യാറ്. ഉദാഹരണം പറഞ്ഞാൽ, ഇന്നൊരു പക്ഷേ അച്ഛൻ എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ എബ്രഹാം മാർ സറാഫിം തിരുമേനി, തുമ്പവൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള തിരുമേനി എന്നൊക്കെ പറയും. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വളരെ വ്യത്യസ്തമായ ഒരു അവതരണമാണ് നാം കാണുന്നത്. കന്യക മറിയാമിനെ കുറിച്ച് സുവിശേഷത്തിൽ പറയുമ്പോൾ വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായത്തിൽ പേരല്ല ആദ്യം പറഞ്ഞത്. എങ്ങനെയാണത് ആരംഭിക്കുന്നത്? 6-ാം മാസത്തിൽ ഗലീലായിൽ നസ്രേത്ത് പട്ടണത്തിൽ ദാവീദ് വംശനായ യൗസേപ്പ് എന്ന പേരുള്ള ഒരുവന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ മാലാഖ അയക്കപ്പെട്ടു. ആ കന്യകയുടെ നാമം മറിയാം എന്നായിരുന്നു എന്ന് പറഞ്ഞാണ് സുവിശേഷം ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദൈവദൃഷ്ടിയിൽ നമ്മുടെ പേരിനേക്കാളൊക്കെ മുമ്പ് ദൈവം നോക്കുന്നത് നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് കന്യകയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ ദൂതൻ അയക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ കന്യകയുടെ പേര് മറിയാം എന്നാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരാളുടെ ക്വാളിറ്റിയാണ് ദൈവം ആദ്യം നോക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് ആദ്യം നോക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ചേർന്ന് നിൽക്കുവാനായി ദൈവം ഒരാളെ അന്വേഷിച്ചപ്പോൾ ആദ്യം നോക്കിയത് വിശുദ്ധിയാണ്, കന്യകാത്വമാണ്. കന്യകാത്വം എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ മാത്രം ഒരവസ്ഥയല്ല. അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കന്യകാത്വമാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തത്. എനിക്ക് ഒന്നാമത് ഇന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നാം കാര്യമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, സഭാ ജീവിതത്തിലൂടെ ദൈവം പ്രതീക്ഷിക്കുന്നത്, സഭയെ ആഗ്രഹിക്കുന്നത് നാം വിശുദ്ധരായി തീരുക എന്ന് തന്നെയാണ്. വല്ലാതെ അശുദ്ധി ബാധിച്ച ഒരു ലോകമാണിത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും നാം പാപത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാഴ്ചയിൽ, നമ്മുടെ കേൾവിയിൽ, നമ്മുടെ ശ്വസനത്തിൽ, നമ്മുടെ സ്പർശനത്തിൽ, നമ്മുടെ രുചികളിലൊക്കെ പാപം കടന്നു വരികയാണ്. ഇവിടെ രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത്, അങ്ങനെ വിശുദ്ധയായി ജീവിച്ചപ്പോൾ മറിയം ആവശ്യപ്പെടാതെ മറിയയിലേക്ക് ദൈവം ഇറങ്ങി. അതിന് കാരണം വിശുദ്ധിയാണ്. രണ്ടാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇതാണ്. ഇവിടെ ഈ നോമ്പ് ആചരിച്ചെന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഭൂരിഭാഗം ആളുകളും എന്തൊക്കെയോ ദുഃഖങ്ങൾ ദൈവസന്നിധിയിൽ പകരുവാനും എന്തൊക്കെയോ ആവശ്യങ്ങളൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിയുന്നുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് താല്പര്യവുമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാത്തത് കൊണ്ടാണോ ഇതൊന്നും സംഭവിക്കാത്തത്? ദൈവം ഇറങ്ങണമെങ്കിൽ ഒരു പ്രധാന കാര്യം അത്യാവശ്യമാണ്. വിശുദ്ധിയിലേക്ക് ദൈവം ഇറങ്ങുകയുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ കുറേയേറെ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ ദൈവം കേൾക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരിശോധിക്കണം. എൻ്റെ ജീവിതത്തിൽ അശുദ്ധിയുണ്ടോ? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിത പരിസരങ്ങളിൽ അശുദ്ധിയുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന് ഇറങ്ങാൻ സാധിക്കില്ല. അനുവദനീയമായ ബന്ധങ്ങൾക്ക് അങ്ങേപ്പുറത്തേക്ക് ബന്ധങ്ങളുണ്ടോ? കഴിക്കുന്നത്, കുടിക്കുന്നത്, കേൾക്കുന്നത്, കാണുന്നത്, ഇതൊക്കെ അശുദ്ധിയാണെങ്കിൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്?
അതുകൊണ്ട് രണ്ടാമതെനിക്ക് പറയുവാനായിട്ടുള്ളത് ഇതാണ്. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവത്തോട് ഇറക്കി വെച്ച് നാം അത് പരിഹരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിനു മുമ്പ് നാം വിശുദ്ധരായി മാറേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ദൈവമാതാവിൻ്റെ എല്ലാ പെരുന്നാളും നമ്മുടെ മുമ്പാകെ ഉയർത്തുന്ന വെല്ലുവിളി വിശുദ്ധിയെക്കുറിച്ചുള്ളത് തന്നെയാണ്. പ്രായഭേദമന്യേ അശുദ്ധിയിലേക്ക് പോകുവാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു ലോകത്തിൽ വിശുദ്ധരായി വളരുക എന്ന് പറയുന്നത് ഒന്നാമത് അതിനൊരാഗ്രഹമുണ്ടാകണം. ശരിക്കും ആഗ്രഹിക്കണം, വിശുദ്ധരാകണം. രണ്ടാമത് അതിന് വേണ്ടതായിട്ടുള്ള ശ്രമമുണ്ടാകണം. ഞാൻ യുവതീ യുവാക്കളോട് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, കണ്ണുകൾ തന്നിരിക്കുന്നത് കാണുവാൻ, കൺപോളകൾ തന്നിരിക്കുന്നത് തുറന്നു പിടിക്കുവാൻ മാത്രമല്ല, അടയ്ക്കാൻ കൂടിയാണ്. വേണ്ട സമയങ്ങളിൽ അത് അടയ്ക്കണം. നിങ്ങളെയൊക്കെ ചില ഭവനങ്ങളിലൊക്കെ ഒരു 3 കുരങ്ങന്മാരുടെ പ്രതിമകൾ കണ്ടിട്ടുണ്ടാകും. അതിലൊരു കുരങ്ങൻ ചെവി 2 പൊത്തിപ്പിടിച്ചാണ്, ഒരു കുരങ്ങൻ കണ്ണ് 2 പൊത്തിപ്പിടിച്ചാണ്, ഒരു കുരങ്ങൻ വാ പൊത്തിപ്പിടിച്ചുള്ള പ്രതിമകളാണ്. ഇത് നമ്മോട് പറയുന്നൊരു സന്ദേശമുണ്ട്. പൊത്തേണ്ടിടത്ത് ചെവി പൊത്തണം, അടയ്ക്കേണ്ടിടത്ത് തീർച്ചയായും കണ്ണുകൾ അടയ്ക്കണം, വാ മൂടേണ്ടിടത്ത് തീർച്ചയായും വാ മൂടണം. എങ്കിൽ മാത്രമേ വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോട് ചേർത്ത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും ശക്തിപ്പെടുത്തുക. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഇന്ന് അല്ലെങ്കിൽ ഈ നോമ്പിൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിട്ട് ആരെങ്കിലുമൊക്കെ ഈ ആരാധനകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നീ വിശുദ്ധനായാൽ, നീ വിശുദ്ധയായാൽ, നീ ചോദിക്കാതെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുമെന്ന്. അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ച് കൃപ പ്രാപിക്കുവാൻ ഈ പെരുന്നാൾ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കും.